നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊഴിലാളികളുടെ അവകാശങ്ങളും പോരാട്ടവീര്യവും ഓർമ്മപ്പെടുത്തി മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലികളും പൊതുയോഗവും നടത്തി. കൊപ്പം തിരുവേഗപ്പുറ വിളത്തൂരിൽ അജ്ഞാതന്റെ കുത്തേറ്റ് യുവാവിന് പരിക്ക്. വിളത്തൂർ സ്വദേശി രതീഷിനാണ് കുത്തേറ്റത്. കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അബദ്ധത്തിൽ ആസിഡ് കുടിച്ച 5 വയസ്സുകാരൻ ആശുപത്രിയിൽ. കല്ലടിക്കോട് ചൂരക്കോട് സ്വദേശി ജംഷാദിന്റെ മകൻ ഫൈസാനാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. 4ാം വാർഷികത്തിന്റെ പേരിൽ പിണറായി സർക്കാർ നടത്തുന്നത് വലിയ ധൂർത്തെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP. വെറും PR വർക്ക് മാത്രമാണ് സർക്കാർ നടത്തുന്നതെന്നും ജെബി മേത്തർ. കൊപ്പം കൈപ്പുറത്ത് കഞ്ചാവുമായി യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. നടുവട്ടം സ്വദേശി കൃഷ്ണജിത്താണ് പിടിയിലായത്. വാർത്തകളിലേക്ക് വിശദമായി. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലിയും പൊതുയോഗവും നടന്നു. പട്ടാമ്പിയിൽ CITUവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെയ് ദിന റാലിയും പൊതുയോഗവും സംസ്ഥാന കമ്മിറ്റി അംഗം C. അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ സംഘടിപ്പിക്കുന്ന മെയ് ദിന റാലിയാണ് പ്രിയമുള്ളവരെ ഈ വാഹനത്തിന് പിറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ തൊഴിലാളികൾ അണിനിരത്തുന്ന മെയ് ദിന റാലിയുടെ വേലി പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച് ഈ വാഹനത്തിന് പിറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ ഒരു തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് മെയ് ദിനം. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഹേയ്മാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥമാണ് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ എല്ലാ വർഷവും മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ഈ സംഭവത്തിൽ മരിച്ചു വീണ തൊഴിലാളികളുടെ സ്മരണ പുതുക്കിയും തൊഴിൽ ചൂഷണം അവസാനിപ്പിച്ച് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദമെന്ന തൊഴിലാളികളുടെ മുദ്രാവാക്യം യാഥാർത്ഥ്യമായതിൻ്റെ വിജയവും ആയിട്ടാണ് മെയ് ദിനം ആചരിച്ചു വരുന്നത്. പട്ടാമ്പിയിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ രാവിലെ മെയ് ദിന റാലിയും പൊതുയോഗവും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം C. അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി TV ഗിരീഷ് അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV സുരേഷ്, ഡിവിഷൻ വൈസ് പ്രസിഡന്റ് PC വാസു, ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി T. ഷാജി, ഉഷ, M. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച മെയ് ദിന റാലിക്ക് C. മുകേഷ്, T. കൃഷ്ണദാസ്, MR ജയശങ്കർ, KC ഷാജി, സതീശൻ എന്നിവർ നേതൃത്വം നൽകി. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു ദിനമാണ് മെയ് ദിനം. 1886 മെയ് 1 തീയതി അമേരിക്കയിലെ വ്യവസായ നഗരമായ ചിക്കാഗോയിൽ ഹേയ്മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ലോകത്താദ്യമായി തൊഴിലാളികൾ ഞങ്ങൾക്ക് 8 മണിക്കൂറേ പണിയെടുക്കാൻ കഴിയൂ, ഞങ്ങൾക്ക് 8 മണിക്കൂർ വിശ്രമിക്കാൻ സമയം വേണം, ഞങ്ങൾക്ക് 8 മണിക്കൂർ വിനോദത്തിന് സമയം വേണം എന്ന മുദ്രാവാക്യമുയർത്തി കൂലി അടിമകളായി ജീവിച്ചിരുന്ന മനുഷ്യർ ആദ്യമായി സംഘടിച്ച് ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുമ്പോഴാണ് മെയ് 1 തീയതി അന്നത്തെ അമേരിക്കയിലെ പോലീസ്, മുതലാളിമാരുടെ കൂലിപ്പട്ടാളം തൊഴിലാളികളുടെ പ്രതിഷേധ യോഗത്തെ ശക്തമായ രൂപത്തിൽ അടിച്ചമർത്തിയത്. CITU മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TM ശശി ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ടൗൺ കോടതിപ്പടിയിൽ നിന്ന് ആരംഭിച്ച റാലി KTM സ്കൂൾ പരിസരത്ത് സമാപിച്ചു. റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TM ശശി ഉദ്ഘാടനം ചെയ്തു. CPM ഒരു കാലത്തും യന്ത്രവൽക്കരണത്തിന് എതിരല്ലെന്നും മറിച്ച് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ആശങ്കയാണ് ട്രാക്ടർ സമരമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ TM ശശി പറഞ്ഞു. പൂർണ്ണമായും മെഷീൻ ഉപയോഗത്തിലാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്, അതുകൊണ്ട് കയറ്റിറക്കി ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ സേവനം വേണ്ട. അപ്പൊ തൊഴിലാളികൾ വിചാരിച്ചു നമ്മളിപ്പോ യന്ത്രവൽക്കരണത്തിന് എതിരൊന്നുമല്ലല്ലോ,
നമ്മൾ ഒരു കാലത്തും യന്ത്രവൽക്കരണത്തിനെതിരല്ല. നമുക്കെതിരായി എതിരാളികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന യന്ത്രവൽക്കരണത്തിനെതിരായിരുന്നു CITU ഒന്നും CPI ഒന്നും. അങ്ങനെയല്ല, നമ്മൾ എല്ലാ കാലത്തും അതിന്റെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ട്രാക്ടർ സമരം വരുമ്പോ ട്രാക്ടറിനെതിരെ അല്ല സമരം. ട്രാക്ടർ വരുമ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടത്തിൽ സംവിധാനം ഉണ്ടാക്കണം. വേറെ ആളുകൾക്ക് ജീവിക്കട്ടെ. കമ്പ്യൂട്ടർ വരുമ്പോ കമ്പ്യൂട്ടറിനെതിരായിരുന്നില്ല നമ്മുടെ സമരം. കമ്പ്യൂട്ടർ എല്ലാം നടക്കണം. ഒപ്പം ഇതുമൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആളുകളുടെ വയർ നിന്ന് ചെയ്യും. നമ്മൾ ചിന്തിക്കണ്ടേ? ട്രാക്ടറിനെതിരെ നമ്മൾ സമരം നടത്തിയെന്ന് പ്രചരിപ്പിച്ചവർ ഓർക്കണം. കമ്പ്യൂട്ടറിനെതിരെ നമ്മൾ സമരം നടത്തിയെന്ന് പ്രചരിപ്പിച്ചവർ ഇപ്പോ ഈ അടുത്ത കാലത്ത് 3 മാസം മുമ്പ് നടത്തിയ സമരം എന്ന് കേട്ടോ എന്താണ്? ആദ്യം ഞാൻ വിചാരിച്ചു അത് നുണയായിരിക്കും. ഹോളിവുഡിൽ, അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ ഇൻഡസ്ട്രിയായ ആ സിനിമ ഇൻഡസ്ട്രിയിലെ നായകന്മാർ സമരത്തിൽ. എന്താ കാരണം? AI സംവിധാനത്തിലൂടെ നിങ്ങൾ നായകൻ സൃഷ്ടിച്ച ഞങ്ങളുടെ പണി എവിടെയെന്നാ ഒന്ന് ഓർക്കണം. എന്താ പുതിയ സംവിധാനം? എനിക്ക് സാധാരണ കാർഷിക മേഖലയെ കുറിച്ച് ഒരു ഗാനം വേണമെന്ന് പറഞ്ഞ് AIക്ക് ഫീഡ് ചെയ്ത് കൊടുത്ത ഗ്രാമീണ മേഖലയെ കുറിച്ച് പാട്ടുണ്ടാക്കി തരും. പിന്നെ പാട്ടെത്തുകാർ എന്ത് പണി? മോഹൻലാല് ഇപ്പൊ തുടരുന്നുള്ള സിനിമ ഉണ്ട്. അതൊരു കമന്റ് അടിയിൽ കണ്ടത് പ്രായം കൂടി എന്നത് ചുളിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നതിന് കമന്റ് കണ്ടു. ഇപ്പൊ ഒരു സിനിമ ഡയറക്ടർക്ക് തോന്നുകയാണ് കഥ ലൂസിഫർ അല്ല, ഇപ്പൊ പറയുന്ന സിനിമ എമ്പുരാനാവണം, കഥയൊക്കെ എമ്പുരാനാവണമെന്ന് വിചാരിക്കുക. CITU ഡിവിഷൻ പ്രസിഡന്റ് M കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P മനോമോഹൻ, CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, UT രാമകൃഷ്ണൻ, ഹക്കീം മണ്ണാർക്കാട്, CITU ഡിവിഷൻ സെക്രട്ടറി KP മസൂദ്, പ്രശോഭ്, K കുമാരൻ എന്നിവർ പ്രസംഗിച്ചു. കൊപ്പം തിരുവേഗപ്പുറ വിളത്തൂരിൽ അജ്ഞാതന്റെ കുത്തേറ്റ് യുവാവിന് പരിക്ക്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിളത്തൂർ സ്വദേശിയായ രതീഷിനാണ് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് സംഭവം. തിരുവേഗപ്പുറ വിളത്തൂർ സ്വദേശിയായ രതീഷ് ഈ സമയം വീടിന് പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ വീട്ടുമുറ്റത്ത് പതുങ്ങി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ രതീഷിനെ ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിനിടയിൽ രതീഷിന്റെ കൈക്കും കഴുത്തിനും കുത്തേറ്റു. വിവരമറിഞ്ഞ വീട്ടുകാരെത്തി രതീഷിനെ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാത്രി 12 ശേഷം പുറത്തിറങ്ങി വീട്ടിൽ വണ്ടി മാറ്റിയതിൻ്റെ പുറകിൽ നിൽക്കുന്നു. അതടുത്ത് ചെന്നപ്പോൾ പെട്ടെന്ന് കൈകളിൽ എന്ത് വെച്ചിട്ട് വീഴ്ച കയ്യിൽ തട്ടും ചെയ്ത് കഴുത്തിൽ കൊള്ളും ചെയ്ത് ചോദിക്കാൻ ആൾക്കാരൊക്കെ വന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ കിട്ടില്ല. ബംഗാളികൾ അങ്ങനത്തെ അധികം സംശയം ഉണ്ടോ? ഒന്നും ഉറപ്പിക്കാറില്ല. നിങ്ങളാളെ വ്യക്തമായി കണ്ടില്ല? അതായത് കണ്ടു, പക്ഷേ പെട്ടെന്ന് നിങ്ങൾ ഉന്തിട്ട് ചെയ്ത് ഇല്ല, ഇത് വീശ ചെയ്തു അതുപോലത്തെ എന്തോ വീശി അവർ കയ്യൊക്കെ തട്ടിയാണ്. തട്ടിയപ്പോൾ കഴുത്തിൻ്റെ ഈ ഫ്രണ്ടിൽ പോയിട്ട് ബ്ലഡ് വന്നു. എന്നുള്ളത് ഇവിടെ പിടിച്ചപ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ ആ ബ്ലഡാണ്. ഇത് അത് ഓടിപ്പോയി. അറ്റാക്കിങ് തന്നെ ആയിരുന്നു. അതായത് ആളൊരു മോഷ്ടിച്ചിട്ടൊന്നുമില്ല. വണ്ടിയുടെ പുറകിൽ നിൽക്കുന്നത് നമ്മൾ വണ്ടിയുടെ എന്തെങ്കിലും വണ്ടി മോഷണം ഉണ്ടാകുന്ന നോക്കുമ്പോൾ വണ്ടി എടുത്തെത്തി ഉപയോഗിച്ചു. എന്തായിരുന്നു വണ്ടി വീട്ടിലുണ്ടായിരുന്നു? കാറ്. നിങ്ങൾ തന്നെയല്ലേ ഉടമസ്ഥൻ? കൈക്കും കഴുത്തിനും പരിക്കേറ്റ രതീഷ് ചികിത്സയിലാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും അക്രമം നടത്തിയത് ആരാണെന്ന് കണ്ടെത്താനായില്ല. മോഷ്ടാവ് എന്ന സംശയത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് രതീഷ്. 4ാം വാർഷികത്തിന്റെ പേരിൽ പിണറായി സർക്കാർ നടത്താൻ പോകുന്നത് വലിയ ധൂർത്താണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP പറഞ്ഞു. മഹിളാ സാഹസ് കേരളയാത്രയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വെറും PR വർക്ക് മാത്രമാണ് സർക്കാർ നടത്തുന്നതെന്നും ജെബി മേത്തർ പറഞ്ഞു. സാധാരണക്കാർ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്കുള്ള ജീവിതത്തിൽ തെന്നി വീണുകൊണ്ടിരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ലാത്ത സാഹചര്യം സംജാതമായിരിക്കുമ്പോൾ, ഇവിടെ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ സാധനങ്ങളില്ലാതിരിക്കുമ്പോൾ, വൈദ്യുതിയുടെ ചാർജ് കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, ജനങ്ങളെ നടുവൊടിക്കുന്നു.
പെൻഷൻ കൊടുക്കാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഒക്കെ നേതൃത്വത്തിൽ ധൂർത്തിന്റെ പര്യായമായി 4ാം വാർഷികം ആഘോഷിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇവർക്ക് ജനതയോടുള്ള പ്രതിബദ്ധത എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. വെറും PR വർക്ക് മാത്രമായി ഈ ഗവൺമെന്റ് മാറുമ്പോൾ ജനം മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നൽകിയ സ്വീകരണ യോഗം KPCC അംഗം C. സംഗീത ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. നമ്മൾ ലോകം ഉരുപ്പ് വനിതയെന്ന് വിശേഷിപ്പിച്ച നമ്മുടെ നേതാവ് പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിജിയുടെ ആശയത്തിലുണ്ടായ, സ്വപ്നത്തിലുണ്ടായ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്ന സ്ത്രീകളുടെ സംഘടന. ആ ആശയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആശയങ്ങൾ ഏറ്റവും അടുത്തട്ടിൽ എത്തിക്കുന്ന, ഏറ്റവും അടുത്തട്ടിൽ ജീവിക്കുന്ന സ്ത്രീകളിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി. KB അനിത അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, ഫാത്തിമ എറവക്കാട്, ഇന്ദിരാദേവി, KT റുക്കിയ, സുനിത കീഴായൂർ, മാളുക്കുട്ടി, രഞ്ജു, സിഭി, ആമിനക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. അബദ്ധത്തിൽ ആസിഡ് കുടിച്ച 5 വയസ്സുകാരൻ ആശുപത്രിയിൽ. കല്ലടിക്കോട് ചൂരക്കോട് സ്വദേശി ജംഷാദിന്റെ മകൻ ഫൈസാനാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. അരിമ്പാറ ചികിത്സയ്ക്കായി കോളയുടെ കുപ്പിയിൽ സൂക്ഷിച്ച ആസിഡ് കുട്ടി അബദ്ധത്തിൽ കുടിച്ചതായാണ് വിവരം. ഉടൻ പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിലും പാലന ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ ആമാശയത്തിന് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. കൊപ്പം കൈപ്പുറം കൂർക്കപ്പറമ്പിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. നടുവട്ടം സ്വദേശി കൃഷ്ണജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കൈവശം വച്ച കേസിലാണ് തിരുവേഗപ്പുറ നടുവട്ടം മുല്ലശ്ശേരി പറമ്പ് വീട്ടിൽ കൃഷ്ണജിത്തിനെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 39 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവുമായി എത്തിയ ഇയാളെ കൂർക്കപ്പറമ്പിൽ വെച്ച് നാട്ടുകാർ തടഞ്ഞുവെക്കുകയായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് നടത്തിയ പരിശോധനയിൽ ബാഗിൽ നിന്നും കഞ്ചാവ് കണ്ടെടുക്കുകയുമായിരുന്നു. ഇയാൾക്ക് കഞ്ചാവ് ലഭിച്ച ഉറവിടവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം മലപ്പുറത്ത് എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി V. അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ മെയ് 7 മുതൽ 13 വരെ എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള നടക്കും. മേളയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ കോട്ടക്കുന്നിൽ ഇതിനായുള്ള പവലിയനുകളുടെ നിർമ്മാണം തുടങ്ങി. ശീതീകരിച്ച 2 ഹാങ്കറുകൾ ഉൾപ്പെടെ 70,000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് ഒരുങ്ങുന്നത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഒരാഴ്ചത്തെ മെഗാമേള സംഘടിപ്പിക്കുന്നത്. കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് പ്രദർശന നഗരിയിലെ പന്തൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പ്രദർശന വിപണന മേളയുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി V. അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ മേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ തയ്യാറെടുപ്പുകൾ യോഗത്തിൽ അവലോകനം ചെയ്തു. പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി മേളയിലെ സ്റ്റാളുകൾ വൈവിധ്യപൂർണ്ണമാക്കാൻ യോഗം തീരുമാനിച്ചു. ഈ ഗവൺമെന്റ് ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ മറ്റൊരു രീതിയിലേക്കുള്ള ഒരു വേർതിരിവില്ലാതെ തന്നെയാണ് ഗവൺമെന്റ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ കാര്യങ്ങൾ മാത്രം എടുത്താൽ ഓരോ നിയോജക മണ്ഡലത്തിലും കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഗവൺമെന്റ് കാലത്ത് വന്നു. അത് ഏത് മേഖല എടുത്തും ഏത് സെക്ടർ എടുത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കാര്യത്തിൽ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു കടമ നമുക്ക് അത് ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട അധികാരികളുമാണ് അത് ചെയ്യുക. ആ ഒരു കാര്യമാണ് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ കാര്യത്തിൽ വിവേചിച്ചില്ലാത്തൊരു നിലപാട് നമ്മൾ സ്വീകരിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ പൊതുസമൂഹത്തെ ആകർഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥ ഭാഗത്തെയും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാം. സ്റ്റാളുകളെ അലോട്ട്മെന്റ് ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യാം. വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ എന്റെ കേരളം പ്രദർശന പവലിയനിലൂടെയാണ് മേളയിലേക്ക് പ്രവേശനം അനുവദിക്കുക.
78 സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും 150ഓളം തീം സ്റ്റാളുകളും 50 വിപണന സ്റ്റാളുകളും മേളയിൽ സജ്ജീകരിക്കും. കിഫ്ബി, ടൂറിസം, പൊതുമരാമത്ത്, സ്പോർട്സ്, കാർഷിക വകുപ്പുകളുടെ പ്രത്യേക പവലിയനുകളും 1500 ചതുരശ്ര അടിയിൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരുക്കുന്ന തിയേറ്ററും സജ്ജീകരിക്കും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപുലമായ ഭക്ഷ്യമേളയും ഒരുക്കും. കൃഷിവകുപ്പിന്റെ പുഷ്പ സസ്യ പ്രദർശന വിപണന മേളയും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സെമിനാറുകളും നടക്കും. മെയ് 7 മുതൽ 13 വരെ എല്ലാ ദിവസവും വൈകിട്ട് പ്രമുഖ കലാകാരന്മാർ നയിക്കുന്ന സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പ്രദർശന ദിവസം കോട്ടക്കുന്നിലേക്കുള്ള DTPCയുടെ പ്രവേശന ടിക്കറ്റ് ഒഴിവാക്കും. മികച്ച സ്റ്റാൾ, വാർത്താ കവറേജ്, ഫുഡ് കോർട്ട് എന്നിവയ്ക്കുള്ള അവാർഡുകളും നൽകും. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും മെയ് 7 വൈകുന്നേരം 3 നടക്കും. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശന സമയം. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളും വിവിധ മേഖലകളിലെ പ്രമുഖരും സംബന്ധിക്കുന്ന യോഗം മെയ് 12 രാവിലെ 10:30 മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. മെയ് 13 വൈകുന്നേരം 4 സമാപന സമ്മേളനം. ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ MLA-മാരായ P. നന്ദകുമാർ, KT ജലീൽ, ജില്ലാ കളക്ടർ VR വിനോദ്, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് VP അനിൽ, സബ് കളക്ടർ ദിലീപ് കൈനിക്കര, അഡീഷണൽ SP ഫിറോസ് M. ഷഫീഖ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K. മുഹമ്മദ്, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏലംകുളത്ത് നടക്കുന്ന കർഷക തൊഴിലാളി അഖിലേന്ത്യാ വനിതാ കൺവെൻഷനോടനുബന്ധിച്ച് പെരിന്തൽമണ്ണയിൽ കനൽ വാക്ക് എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ എഴുത്തുകാരികളുടെ സംഗമം സംഘടിപ്പിക്കുന്നു. മെയ് 4 രാവിലെ 9 മണിക്ക് പെരിന്തൽമണ്ണ താലൂക്ക് അധ്യാപക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഏലംകുളം EMS അക്കാദമിയിൽ ഈ മാസം കർഷക തൊഴിലാളി വനിതാ കൺവെൻഷൻ നടക്കും. ഈ കൺവെൻഷനോടനുബന്ധിച്ച് കനൽ വാക്ക് എന്ന പേരിൽ മെയ് 4 മലപ്പുറം ജില്ലയിലെ എഴുത്തുകാരികളുടെ സംഗമം സംഘടിപ്പിക്കും. പുരോഗമന കലാസാഹിത്യ സംഘം പെരിന്തൽമണ്ണ മേഖലാ സമിതിയാണ് സംഘാടകർ. പരിപാടിയുടെ നടത്തിപ്പിനായി K. ബദറുന്നീസ ചെയർപേഴ്സണും സംഗീത ചേനംപുല്ലി കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. മെയ് 4 9 മണിക്ക് പെരിന്തൽമണ്ണ താലൂക്ക് അധ്യാപക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിലാണ് സംഗമം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു സംഗമം ഉദ്ഘാടനം ചെയ്യും. MG ഒലീന, അജിത്രി, ശ്രീകല മുല്ലശ്ശേരി, സംഗീത ചേനംപുല്ലി, പ്രസീത ഏലംകുളം, ആർദ്ര KS, EN ഷീജ തുടങ്ങിയവർ വിവിധ സെഷനുകൾ നയിക്കും. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TN ശശി യോഗം ഉദ്ഘാടനം ചെയ്തു. RSSും BJPയും ഹൈന്ദവവാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ടതുണ്ടെന്നും അവർ നടത്തുന്നത് അധികാര രാഷ്ട്രീയമാണെന്നും അങ്ങനെ പറയുമ്പോൾ തന്നെ പാവപ്പെട്ട ഇസ്ലാം മത വിശ്വാസികളെ ചാക്കിലാക്കി അവരെ കൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന SDPI, ലഷ്കർ-ഇ തൊയ്ബ പോലെയുള്ളവർ നാടിന്റെ ശാപമാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രസംഗിച്ച TN ശശി പറഞ്ഞു. അതിനെല്ലാം നിലയിലും ആ വിഭാഗത്തെ തകർക്കുന്നതിന് താഴ്ത്തുന്നതിന് മനഃപൂർവ്വമായി ഇടപെടുമ്പോ അതിനെ ചെറു ന്യൂനപക്ഷങ്ങളൊക്കെ ടാർഗറ്റ് ജമാഅത്തെ ഇസ്ലാമി പോലെ, ലഷ്കർ-ഇ തൊയ്ബ പോലെ, ISIS പോലെ, SDPI പോലെയുള്ള സംഘടനകൾ രംഗത്ത് വരുമ്പോ വളരെ ജാഗ്രതയോടുകൂടി നാം അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. RSS നടക്കുന്ന അപരാധ വിദ്വേഷം നമുക്ക് ചെറുക്കേണ്ടതുണ്ട്. അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോ RSSും BJPയും ഹൈന്ദവ തീവ്രവാദം പ്രചരിപ്പിക്കുമ്പോ അതിനെ ചെറുക്കേണ്ടതുണ്ട്. നമുക്ക് അവരെ കൊള്ളയായ നയങ്ങൾ നന്നായി പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അവർ നടക്കുന്നത് സാധാരണക്കാരന് വേണ്ടിയല്ല, അവർ നടത്തുന്നത് അധികാര രാഷ്ട്രീയം മാത്രമാണെന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോ തന്നെ അതിന്റെ പേരിൽ ഈ ഇസ്ലാം മത വിശ്വാസികളെ, പാവപ്പെട്ട ആളുകളെ അവരെ പിടിച്ച് അവരെ ചാക്കിലാക്കി അവരെ കൊണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന SDPI പോലെ, ജമാഅത്തെ ഇസ്ലാമി പോലെ, ലഷ്കർ-ഇ തൊയ്ബ പോലെ, ISIS പോലുള്ളവർ ഈ നാടിന്റെ ശാപമാണെന്ന് പറഞ്ഞു പോകേണ്ടി വരും. നമുക്ക് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് സമീപം സംഘടിപ്പിച്ച ജനസദസ്സ് CPM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗം TR സെബാസ്റ്റ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം PM ആഷോ, KK രാജൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ഭീകരവാദത്തിനെതിരെ മാനവികത സദസ്സുമായി CPM. ഒറ്റപ്പാലത്ത് നടന്ന മാനവികത സദസ്സ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തോടെയാണ് മാനവിക സദസ്സ് ആരംഭിച്ചത്. തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഒരു സാഹചര്യം നാട്ടിൽ നിലനിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷ കക്ഷികളെ വിശ്വാസത്തിലെടുക്കാനും പാർലമെന്റ് വിളിച്ചു ചേർക്കാനും രാജ്യത്തെ ജനങ്ങളെയാകെ ഒറ്റക്കെട്ടായി മതഭീകരവാദികൾക്കെതിരായി അണിനിരത്താനും
രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് തയ്യാറാകേണ്ടത്. അതിനു പകരം BJP നേതാക്കൾ തന്നെ മസ്ജിദുകൾ ആക്രമിക്കാനും അതോടൊപ്പം തന്നെ കാശ്മീരിൽ വിദ്യാർത്ഥികൾ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും തയ്യാറാക്കുന്ന അതിദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C. അബ്ദുൽ ഖാദർ, K. ഗംഗാധരൻ, P. സിന്ധു, MIA റസാഖ്, K. രാജേഷ് എന്നിവർ സംസാരിച്ചു. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യവുമായി ചെർപ്പളശ്ശേരിയിലും CPM സദസ്സ് സംഘടിപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KB സുഭാഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ, ഏരിയ കമ്മിറ്റി അംഗം E. ചന്ദ്രബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഞങ്ങൾ തീവ്രവാദത്തിന് എല്ലാ കാലത്തും എതിരാണ്, ഭീകരവാദത്തിനെതിരാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി കേരളത്തിൽ തന്നെ ഒട്ടേറെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് സംഭാവന ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? തീവ്രവാദത്തിന് RSS ഉയർത്തപ്പെടുന്ന ഭീകരവാദ തീവ്രവാദത്തിന്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള SDPI ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗക്കാർ ഉയർത്തപ്പെടുന്ന തീവ്രവാദത്തിന്, അതുപോലെയുള്ള തീവ്രവാദങ്ങൾക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ കേരളത്തിൽ ഇത്രയും കൂടുതൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കപ്പെടേണ്ടി വന്നത്? ചെത്തല്ലൂർ ചെറുപാടം തോട്ടിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച തടയണ നോക്കുകുത്തിയാകുന്നു. നിർമ്മാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടും വെള്ളം കെട്ടി നിർത്താനുള്ള ചീർപ്പുകൾ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. പ്രദേശവാസികൾ താൽക്കാലികമായി മരപ്പലകകൾ വെച്ച് വെള്ളം കെട്ടി നിർത്തിയാണ് കൃഷിക്കും മറ്റും വെള്ളം എത്തിക്കുന്നത്. ചെത്തല്ലൂർ കൂരിമുക്ക് ഭാഗത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനുമായാണ് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ചെറുപാടം തോടിന് കുറുകെ സ്ഥിരം തടയണ നിർമ്മിച്ചത്. എന്നാൽ തടയണ സ്ഥാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളം കെട്ടിനിർത്തുന്നതിനുള്ള ചീർപ്പുകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ മരപ്പലകകൾ നിരത്തിയാണ് വെള്ളം കെട്ടിനിർത്തിയിരുന്നത്. എന്നാൽ ഇത് ശാസ്ത്രീയമായ രീതിയിൽ അല്ലാതിരുന്നതിനാൽ വെള്ളം കെട്ടിനിൽക്കാൻ പ്രാപ്തമായില്ല. ഒരു തുള്ളി വെള്ളം പോലും നിലവിൽ ഈ ഭാഗത്തില്ല. ഏക്കർ കണക്കിന് കൃഷികൾക്കും നിരവധി വീട്ടുകാർക്കും ഉപകാരമാവേണ്ട തടയണയാണ് നോക്കുകുത്തിയാകുന്നത്. ഉപയോഗശൂന്യമായ പഴയ തടയണയും സമീപത്തായി കാണാം. കുമരംപുത്തൂരിൽ ഒലിപ്പുഴ സംസ്ഥാന പാതയോരത്ത് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച മിനി MCFന് ചുറ്റും മാലിന്യം കുമിഞ്ഞുകൂടുന്നു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം സൂക്ഷിച്ചു വയ്ക്കുകയാണ് MCFന്റെ ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് മാലിന്യം തള്ളാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ് MCF പരിസരം. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേനകൾ ശേഖരിക്കുന്ന ഖരമാലിന്യങ്ങൾ അതാത് വാർഡിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിനായാണ് MCFകൾ സ്ഥാപിച്ചത്. സംസ്ഥാന പാതയോരത്ത് കോട്ടപ്പാടം, ഭീമനാട് ഭാഗങ്ങളിൽ 2 MCFകളാണുള്ളത്. ഇതിനു ചുറ്റുമാണ് ഈ കാണുന്ന രീതിയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. പ്ലാസ്റ്റിക് കവറുകളും മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ മനുഷ്യർ ഉപയോഗിച്ച് തള്ളുന്ന എല്ലാത്തരം മാലിന്യവും ഇവയ്ക്ക് ചുറ്റുമുണ്ട്. MCF സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം ഒരിക്കൽ പോലും നടന്നിട്ടില്ലെങ്കിലും ആളുകൾക്ക് പരസ്യമായി മാലിന്യം തള്ളാനുള്ള ഇടമായി മാറി MCF പരിസരം. MCF ഉണ്ട്, പേടിക്കേണ്ട, മാലിന്യം തള്ളാമെന്ന മട്ടാണ് ജനങ്ങൾക്ക്. അത് തിരുത്താനുള്ള നടപടി അധികൃതരും സ്വീകരിക്കുന്നില്ല. അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളായതിനാൽ മാലിന്യം തള്ളൽ എളുപ്പമാണ്. സംസ്ഥാന പാതയോരമായതിനാൽ മാലിന്യം അതിവേഗമാണ് കുന്നുകൂടുന്നത്. MCF സ്ഥാപിച്ചതുമൂലം മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയത് പ്രദേശവാസികളാണ്. ഏലംകുളം പാലത്തോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം മെയ് 2 വെള്ളിയാഴ്ച ആരംഭിക്കും. 11 ദിവസത്തെ വിവിധ കലാപരിപാടികളോടെയാണ് നവീകരണ കലശം നടത്തുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2000 കൊല്ലം പഴക്കം കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഏലംകുളം പാലത്തോൾ ദേശത്തെ മഹാവിഷ്ണു ക്ഷേത്രം. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഭക്തജനങ്ങളുടെയും ദേവസ്വം ബോർഡിന്റെയും സഹകരണത്തോടെ പുതുക്കി പണിതു. ക്ഷേത്രത്തിന്റെ നവീകരണ കലശം മെയ് 2 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നജീബ് കാന്തപുരം MLA സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 7 മുതൽ രാത്രി 10 വരെ വിവിധ കലാപരിപാടികൾ നടക്കും. എല്ലാ ദിവസവും പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി തുലാമാസത്തിലെ തിരുവോണം ഊട്ടുപൂജ, പുത്രകാമേഷ്ടി ഹോമം, ലക്ഷാർച്ചന, വിദ്യാരാജഗോപാലാർച്ചന, ശനീശ്വര പൂജ, ഉദയാസ്തമയ പൂജ,
ഉപദേവതകൾക്കുള്ള പൂജ തുടങ്ങിയ പൂജകൾ നടത്തിവരുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് പി കെ കേശവൻ, സെക്രട്ടറി ടി വിജയൻ, എം പി ജനാർദ്ദനൻ, സുജാത, രജനി പി എന്നിവർ പങ്കെടുത്തു. 3 പതിറ്റാണ്ട് മണ്ണാർക്കാട് എടേരം അങ്കണവാടിയിൽ വർക്കറായിരുന്ന സത്യവതി ടീച്ചർക്ക് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും യാത്രയയപ്പ് നൽകി. വിദ്യയുടെ ലോകത്തേക്ക് ആദ്യം കൈപിടിച്ച അധ്യാപികയുടെ യാത്രയയപ്പിന് ഒരു നാട് ഒന്നിച്ചെത്തി. എൻ ശംസുദ്ദീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സത്യവതി അങ്കണവാടിയിലെ കുട്ടികളുടെ മാത്രം അധ്യാപികയല്ല, എടേരം ഗ്രാമത്തിലെ മുഴുവൻ പേർക്കും ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ യാത്രയയപ്പിന് എല്ലാവരും ഒന്നിച്ചെത്തി. ഒരുപാട് തലമുറകൾക്ക് വിദ്യയും നന്മയുടെ പാഠവും അമ്മയെപ്പോലെ പകർന്നു നൽകിയ ടീച്ചറാണ് സത്യവതിയെന്ന് ഉദ്ഘാടനം ചെയ്ത എൻ ശംസുദ്ദീൻ MLA പറഞ്ഞു. ഒരുപാട് തലമുറകൾക്ക് വിദ്യാഭ്യാസവും പ്രായോഗിക ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പും അതുപോലെ തന്നെ കുറേ നന്മയുടെ പാഠങ്ങൾ, അംഗനവാടി എന്ന് പറഞ്ഞാൽ അതാണ്, ഒക്കെ പകർന്നു നൽകി സ്വന്തം അമ്മമാരെ പോലെ ഇവിടെ ഒരുപാട് തലമുറകൾക്ക് 34 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു 38-39 വയസ്സിന് കീഴെയുള്ള ഒരുപാട് കുട്ടികൾക്ക് സ്വന്തം അമ്മയെപ്പോലെ ഒരു ടീച്ചറമ്മയായി മാറി സത്യവതി ടീച്ചർ. അപ്പോൾ ആ ടീച്ചർക്ക് ഇന്ന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്നുള്ള വിരാമം കുറിക്കുന്ന ഒരു സന്ദർഭമാണ്, റിട്ടയർമെൻ്റാണ്. ആ റിട്ടയർമെന്റ് സന്ദർഭത്തിൽ തങ്ങളുടെ സ്നേഹവും ആദരവും പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം നൌഫൽ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, പഞ്ചായത്ത് അംഗം പി അജിത്, സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി റാഫി മൈലങ്കോട്ട്, രാജീവ് നടക്കാവിൽ, വി സത്യൻ, ഫിലിപ്പ്, ഇക്ബാൽ, പ്രസാദ്, കൃഷ്ണകുമാർ, ദാക്ഷായണി എന്നിവർ പ്രസംഗിച്ചു. വിരമിക്കുന്ന സത്യവതി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് മെഗാ സ്റ്റേജ് പരിപാടികളും അരങ്ങേറി. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. മയിൽ വാഹനം ഒരു കാലത്ത് വള്ളുവനാടിന്റെ നിരത്തുകളിലൂടെ ചീറിപ്പാഞ്ഞ പേരായിരുന്നു അത്. നിരവധി പേരാണ് മയിൽ വാഹനം ട്രാവൽസിന്റെ ഭാഗമായുള്ള ബസ്സുകളിൽ ജോലി ചെയ്തിരുന്നത്. ഇവർ മെയ് ദിനത്തിൽ പട്ടാമ്പിയിൽ ഒത്തുചേർന്നു. മയിൽ വാഹനം ഒരു കാലത്ത് പാലക്കാടൻ നിരത്തുകളെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു പേരുണ്ടാകില്ല. ഷൊർണൂരിൽ നിന്നും തുടങ്ങിയ മയിൽ വാഹനം ബസ് സർവീസ് പിന്നീട് കേരളത്തിന്റെ നഗര ഗ്രാമവീഥികളെ കൂട്ടിയിണക്കുന്ന നാമധേയമായി മാറി. നൂറുകണക്കിന് പേർ മയിൽവാഹനം ട്രാവൽസിന്റെ ബസ്സുകളിൽ വിവിധ കാലഘട്ടങ്ങളിലായി ജോലി ചെയ്തു. ഇവരിൽ മയിൽവാഹനം കൂട്ടുകുടുംബം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ സംഗമമാണ് വ്യാഴാഴ്ച പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് സംഘടിപ്പിച്ചത്. കൃഷ്ണൻകുട്ടി, ചന്ദ്രൻ യാക്കര എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ തൂത അധ്യക്ഷത വഹിച്ചു. ഗോപി വാടാനാംകുറിച്ചി, ഹരിദാസൻ ഷൊർണൂർ, ഉണ്ണിക്കുട്ടൻ മാങ്ങോട്, പ്രഭാത് കുമാർ കുലിക്കിലിയാട്, രാജ്മോഹനൻ വെള്ളിനേഴി, മോഹനൻ നന്മറ, ഗോപി മരുതൂർ, പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയിലെ 75 വയസ്സ് കഴിഞ്ഞവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇവിടെ തന്നെ സ്വർഗവും നരകവും ഇവിടെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനോ. പലർക്കും വല്ല വിശ്വാസം എന്തോ ആയിക്കോട്ടെ, അത് എക്സ്ട്രായി. പക്ഷെ ഈ രീതിയിൽ നമ്മൾ പ്രയാസപ്പെടുമ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിൽ സഹായിക്കാൻ നമ്മളെ കൂടെ നിൽക്കേണ്ട ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ കൂട്ടായ്മ. പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നമ്മുടെ മക്കളെ നോക്കി നടന്നാലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പൊ ചില ആളുകളൊക്കെ ഒതുങ്ങിക്കൂടിയിരിക്കുക വീട്ടില്. പെൻഷൻ പറ്റിയ പൈസയും കൊണ്ട് മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവര് മാത്രം, അവർക്കൊരു ചെറിയൊരു തണലാണ് നമ്മുടെ ഈ മയിൽവാഹന കൂട്ടായ്മ. എന്താണ് കാരണം? ഇപ്പോ നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ട്. ഈ ഫോണിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിൽ നമ്മള് ചില ആൾക്കാരെ പറ്റി നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്. അരിയൂർ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ബാലസമിതിയുടെ നേതൃത്വത്തിൽ അരങ്ങ് 2025 ആഘോഷിച്ചു. 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ മെഗാ തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും ഉണ്ടായി. ആദ്യ ദിനം കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, ക്വിസ് എന്നിവയുണ്ടായി. തുടർന്ന് 2ാം ദിവസം രാവിലെ കായിക മത്സരങ്ങളും നടന്നു. വൈകിട്ട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ഗ്രൗണ്ടിൽ മെഗാ തിരുവാതിര, മെഗാ കൈകൊട്ടിക്കളി എന്നിവയും അരങ്ങേറി. വിവിധ ദേശങ്ങളിലെ സ്ത്രീ കൂട്ടായ്മകളും പങ്കെടുത്തു.
കാണാം ഷോർട്ട് ന്യൂസ്. മെയ് ദിനത്തോടനുബന്ധിച്ച് CITU ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് M മോഹനൻ അധ്യക്ഷനായി. PK ശശിധരൻ, K ജയദേവൻ, VA മുരുകൻ, MC വാസുദേവൻ, CG ഗീത, K സുബ്രഹ്മണ്യൻ, K ഗീത, K രാമചന്ദ്രൻ, M സുകുമാരൻ എന്നിവർ സംസാരിച്ചു. അട്ടപ്പാടി മല്ലീശ്വര പുരസ്കാരം നേടിയ സാംസ്കാരിക ജീവകാരുണ്യ പൊതുപ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലത്തെ PKS ചെർപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി ആദരിച്ചു. PKS ജില്ലാ സെക്രട്ടറി V പൊന്നുക്കുട്ടൻ പൊന്നാടയണിയിച്ചു. ഏരിയ പ്രസിഡന്റ് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K ബാലഗംഗാധരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ V ഉഷ, അയ്യപ്പൻ മണ്ണാർക്കാട്, തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലതിക, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ്, K കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ICDS പിരിഞ്ഞു പോകുന്ന 12 അങ്കണവാടി പ്രവർത്തകർക്ക് യാത്രയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M സൈദാലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P സുബ്രഹ്മണ്യൻ, സുമിത, പ്രജീഷ് കുമാർ, ഉണ്ണിക്കമ്മു, ഷീബ പാട്ടത്തൊടി, CDPO പ്രീത എന്നിവർ പങ്കെടുത്തു. അവർ എവിടെ നിന്ന് എപ്പോൾ കണ്ടാലും അവർക്ക് വരുമ്പോഴാണെങ്കിലും വഴി വെച്ച് കണ്ടാലും അവരെ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് തന്നെ പറയാം വിളി എന്നുള്ളത്. ആ സ്നേഹത്തോടെയുള്ള വിളി. ഇപ്പോ നമുക്ക് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു പോകുന്ന കഷ്ടപ്പാടുകളൊക്കെ ഒന്നുമല്ല എന്ന് തോന്നും അല്ലെ. ഇപ്പോ നമുക്കറിയാം, ഇപ്പോ മാന്യമായ ഒരു ജോലി എന്ന് തന്നെ പറയാം. ഒരുപാട് മെച്ചപ്പെട്ട വേതനം എന്നുള്ളത് പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെ നമുക്ക് ആദ്യമൊക്കെ അംഗൻവാടി മേഖലയിലേക്ക് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആളെ കിട്ടാൻ പ്രയാസമായിരുന്നെങ്കിൽ ഇപ്പോ നമുക്കറിയാൻ കഴിഞ്ഞ കോങ്ങാട് കുണ്ടുവമ്പാടം ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കളംപാട്ടും കൂത്തുതാലപ്പൊലിയും ആഘോഷിച്ചു. വിശേഷാൽ പൂജകളും ഉണ്ടായി. കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാറും കല്ലുവഴി പ്രകാശനും പ്രാമാണിത്യം വഹിച്ച പാണ്ടിമേളവും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളികളുടെ അവകാശങ്ങളും പോരാട്ടവീര്യവും ഓർമ്മപ്പെടുത്തി മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലികളും പൊതുയോഗവും നടത്തി. കൊപ്പം തിരുവേഗപ്പുറ വിളത്തൂരിൽ അജ്ഞാതന്റെ കുത്തേറ്റ് യുവാവിന് പരിക്ക്. വിളത്തൂർ സ്വദേശി രതീഷിനാണ് കുത്തേറ്റത്. കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അബദ്ധത്തിൽ ആസിഡ് കുടിച്ച 5 വയസ്സുകാരൻ ആശുപത്രിയിൽ. കല്ലടിക്കോട് ചൂരക്കോട് സ്വദേശി ജംഷാദിന്റെ മകൻ ഫൈസാനാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. 4ാം വാർഷികത്തിന്റെ പേരിൽ പിണറായി സർക്കാർ നടത്തുന്നത് വലിയ ധൂർത്തെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP. വെറും PR വർക്ക് മാത്രമാണ് സർക്കാർ നടത്തുന്നതെന്നും ജെബി മേത്തർ. കൊപ്പം കൈപ്പുറത്ത് കഞ്ചാവുമായി യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. നടുവട്ടം സ്വദേശി കൃഷ്ണജിത്താണ് പിടിയിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.